നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് 45,000-ൽ പരം ചെടികളാണ് ഉള്ളത്. ഇന്ന് പറയാൻ പോകുന്നത് ചിത്രശലഭ ചെടിയെക്കുറിച്ചാണ്. ചിത്രശലഭ ചെടി എന്ന പേരിൽ സാധാരണയായി അറിയപ്പെടുന്നത് ചിത്രശലഭത്തിൻ്റെ രൂപ സാദൃശ്യമുള്ള ഇലകളോ പൂക്കളോ ഉള്ള ചെടികളാണ്. കേരളത്തിൽ പ്രധാനമായും 2 തരം ചെടികളാണ് ഈ പേരിൽ വീട്ടുപൂന്തോട്ടത്തിൽ വളർത്തുന്നത്. ഒന്ന്, ഓക്സാലിസ് ട്രയാങ്കുലാരിസ്. ഇതിൻ്റെ പ്രത്യേകത കടും പർപ്പിൾ നിറത്തിലുള്ള ഇലകൾക്ക് ചിത്രശലഭം ചിറകു വിരിച്ച് നിൽക്കുന്ന രൂപമാണുള്ളത്. സ്വഭാവമാണ് ഞാൻ പറയാൻ പോകുന്നത്. പകൽ സമയത്ത് വിടർന്നു നിൽക്കുന്ന ഇതിൻ്റെ ഇലകൾ രാത്രിയാകുമ്പോൾ മടങ്ങുന്നു. ഇലകൾക്കിടയിൽ ചെറിയ ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ വെള്ള പൂക്കളും ഉണ്ടാകാറുണ്ട്. പരിപാലനമാണ് ഇൻഡോർ പ്ലാന്റായും ബാൽക്കണിയിലും വളർത്താം. കുറഞ്ഞ അളവിൽ നനയും നല്ല വെളിച്ചവും ആവശ്യമാണ്. രണ്ടാമത്തെ പ്ലാന്റാണ് ക്രിസ്റ്റിയ ഒബ്കോർഡേറ്റ. ഇതിൻ്റെ പ്രത്യേകതയാണ് യഥാർത്ഥ ചിത്രശലഭ ചെടി ഇതാണ്. ഇതിൻ്റെ ത്രികോണ ആകൃതിയിലുള്ള ഇലകളിൽ പച്ചയും മരൂണും കലർന്ന വരകൾ കാണാം. രൂപം: നേർത്ത കമ്പുകളിൽ ഇലകൾ നിൽക്കുമ്പോൾ ചിത്രശലഭങ്ങൾ കൂട്ടത്തോടെ വന്നിരിക്കുന്നത് പോലെ തോന്നും. ഇതിനെ ചിലയിടങ്ങളിൽ കിലുക്കുംപെട്ടി അല്ലെങ്കിൽ കിലുക്കാൻപെട്ടി ചെടി എന്നും വിളിക്കാറുണ്ട്. ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ചിത്രശലഭങ്ങളെ പൂന്തോട്ടത്തിലേക്ക് ആകർഷിക്കുന്ന തരം ചെടികളെ നമ്മൾ ബട്ടർഫ്ലൈ ബുഷ് എന്നും വിളിക്കാറുണ്ട്. ചെടികൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നല്ല ഡ്രെയിനേജ്, ചട്ടികളിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ഒഴുകിപ്പോകാൻ സുഷിരങ്ങൾ ഉണ്ടായിരിക്കണം. നനയ്ക്കുന്ന സമയം: അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ നനയ്ക്കുക. ഉച്ച സമയത്തും രാത്രിയിലും നനയ്ക്കുന്നത് ഒഴിവാക്കുക. വളപ്രയോഗം: ചെടികൾ നന്നായി വളരാനും പൂവിടാനും ജൈവവളങ്ങളോ കൃത്യമായ മാജിക് വളങ്ങളോ നൽകാം. ഇതൊക്കെയാണ് ചിത്രശലഭ ചെടിയെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ചെടികൾ നടുമ്പോൾ, ചട്ടികളിൽ ചെടികൾ നടുമ്പോൾ ആദ്യമായിട്ട് ഓടിൻ്റെ കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് ഹൈറ്റിലൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടിട്ടിട്ട് അതിന് മുകളിൽ ആറ്റുമണലും ചെമ്മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് ചെടിച്ചട്ടിയുടെ പൊക്കത്തിന് ഉള്ളിലായിട്ട് താഴെ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് താഴെ നമ്മൾ മണ്ണ് നിൽക്കത്തക്ക രീതിയിൽ ചെടി നടണം. വെള്ളം നമുക്ക് ഒഴിച്ചതിനകത്ത് നിർത്താനും ഒക്കെ എളുപ്പമാണ്. ഇതൊക്കെയാണ് ചിത്രശലഭ ചെടിയെക്കുറിച്ച് പറയാനുള്ളത്. ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണാത്തവർ ലൈക്ക്
ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ